ആദിൽ പാലോട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇടത് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി. ആദിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന അടുത്ത നിമിഷത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് CPM-ഉം CPI-യും. അതിനുശേഷം സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഗംഭീര പ്രകടനമൊക്കെ നമ്മൾ കണ്ടു. ഇനി സജീവമായി സ്ഥാനാർത്ഥികളായതോടുകൂടി സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് CPI-എം ഇറങ്ങുകയാണ്. ആദിൽ പാലോട്, ഉറപ്പായും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ഭൂരിഭാഗം സീറ്റുകളിലും LDF-ന്റെ സ്ഥാനാർത്ഥികളായി എന്നതാണ്. 12 സീറ്റുകളിൽ ഇന്ന് കേരള കോൺഗ്രസ് M കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ കളം പൂർത്തിയാകുന്നു, ചിത്രം തെളിയുന്നു എന്നതാണ് LDF-ന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ചെറുകക്ഷികളും ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പൂർത്തീകരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ, കുറച്ച് സ്ഥാനാർത്ഥികളെ കൂടി, ഇതും വിരലിലെണ്ണാവുന്ന സ്ഥാനാർത്ഥികളെ കൂടി CPM പ്രഖ്യാപിക്കാനുണ്ട്. അതും 2 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഇനി UDF-ന്റെ സ്ഥാനാർത്ഥികൾ കൂടി വരുന്നതോടെ ചിത്രം പൂർണ്ണമാകും. LDF-ന്റെ കാര്യത്തിൽ ഇനി പ്രകടന പത്രിക പുറത്തെടുക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി സജീവമായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സ്ഥാനാർത്ഥികൾ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് ഷോ ഇന്ന് തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.